മാംഗല്യം. ജാൻവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒഴുകിയിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ വാശിയോടെ തുടിച്ചു മാറ്റിക്കൊണ്ട് അവൾ സോഫയിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നു. സമയം ഒരുപാട് മുന്നോട്ട് പോയി. ഏകദേശം ഉച്ചയോടടുത്ത സമയം അവൾ വീണ്ടും ജഗന്റെ ഫോണിലേക്ക് വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ അവൻ കോൾ എടുത്തില്ല. അത് കണ്ടതും ജാൻവി വീണ്ടും വിളിച്ചു. ഇത്തവണ 2-3 ബെല്ലുകൾ അടിച്ച ശേഷം ജഗൻ ഫോൺ എടുത്തു. എന്താ ജാൻവി, എന്തിനാ താനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ചോദിക്കുമ്പോൾ പതിവ് പോലെ ഒരു മയമുണ്ടായിരുന്നില്ല ജഗന്റെ ശബ്ദത്തിൽ. ജഗൻ പ്ലീസ്, എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്ക്. നോക്ക്, അതൊക്കെ പറയാൻ നമുക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. അന്നൊന്നും പറയാതിരുന്നത് ഇനിയിപ്പോൾ പറയുകയും വേണ്ട. എനിക്കൊട്ട് കേൾക്കാനും താല്പര്യമില്ല. ജാൻവി ഫോൺ വെക്കാൻ നോക്ക്, ഇതെന്റെ ജോലി സമയമാണ്. അതും പറഞ്ഞുകൊണ്ട് ജഗൻ കോൾ കട്ട് ചെയ്തതും ജാൻവി മരവിച്ചു പോയതുപോലെ ഒരേ ഇരിപ്പ് ആ സോഫയിലിരുന്നു. അവളുടെ കണ്ണുകളിലെ നീർത്തുള്ളികൾ മാത്രം നിശബ്ദമായി ഒഴുകിയിറങ്ങി. നേരം പിന്നിട്ടുകൊണ്ടേയിരുന്നു. ജഗന്റെ ഫ്ലാറ്റിൽ മുന്നോട്ടിനി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലായി ജാൻവി. സമയമേറെ കടന്നുപോയി. ഫോണിലേക്ക് പലരും നിർത്താതെ വിളിക്കുന്നുണ്ട്. ജാൻവിക്ക് ആരുടെയും കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ മനസ്സ് വന്നില്ല. രാവിലെ ഉറക്കം എഴുന്നേറ്റ അതേ ഇരിപ്പാണ്. അവളൊന്നും മുഖം പോലും കഴുകിയിട്ടില്ല ഇതുവരെ. ജഗന്റെ അവഗണന അത്രത്തോളം ആ പെണ്ണിനെ തളർത്തിക്കളഞ്ഞിരുന്നു. പുറത്താരോ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ജാൻവി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റത്. അവളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. വൈകുന്നേരം 4 മണി. ഈ നേരത്തിനകം താൻ ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലല്ലോ എന്ന് ജാൻവി അത്ഭുതത്തോടെ ഓർത്തു. വെള്ളം കുടിക്കുക മാത്രമല്ല, ഒന്ന് ബ്രഷ് പോലും ചെയ്തിട്ടില്ല. പോയി ഡോർ തുറക്കാൻ അവൾക്ക് ഒരു ജാള്യത തോന്നി. അതുകൊണ്ട് തന്നെ അവൾ ഓടിപ്പോയി വാഷ് ബേസിനിൽ ചെന്ന് മുഖം കഴുകി പുറത്തേക്ക് ചെന്നു. ഡോർ തുറന്നതും കൺമുമ്പിൽ മിഥുവിനെ കണ്ട് ജാൻവി വല്ലാത്തൊരു പകപ്പോടെ അവളെ നോക്കി. അതേസമയം മിഥുവും ജാൻവിയുടെ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. കരഞ്ഞു വീർത്ത കൺപോളകളും ചുവന്നുപോയ മൂക്കിൻ തുമ്പുമായി ജാൻവി. എന്തോ ഹിതമില്ലാത്തത് ആ ഫ്ലാറ്റിൽ സംഭവിച്ചുവെന്ന് മിഥുവിന് മനസ്സിലായി. അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിക്കൊണ്ട് വാതിൽ ചേർത്തടച്ചു. എന്താ ജാൻവി, എന്തുപറ്റി? നീ എന്തിനാ കരഞ്ഞത്? മിഥു അത് ചോദിച്ചതും ജാൻവി അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് വീണ്ടും കരഞ്ഞു. എടി, എന്താടി പ്രശ്നം? നീ ഏട്ടനുമായി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഏട്ടൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? പറ. മിഥുവിന് ആദ്യ കൂടി. ജാൻവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിഥു, എല്ലാ കാര്യങ്ങളും നിന്റെ ഏട്ടൻ അറിഞ്ഞു. ജാൻവിയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് മിഥു ഒരു ഞെട്ടലോടെ അവളെ നോക്കി. നീ എന്തൊക്കെയാ ജാൻവി പറയുന്നത്? അതെ മിഥു, സത്യമാ. ഇന്നലെ ഞാൻ നിന്നോട് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ജഗൻ കേട്ടു. എന്നിട്ട് എന്താകാനാ? എന്നെ അടിക്കാൻ കയ്യോങ്ങി. ഭാഗ്യത്തിന് തല്ലിയില്ല. എന്നോട് പിണങ്ങി ഇറങ്ങിപ്പോയതാ. രാവിലെ ഞാൻ ഉണരുമ്പോഴേക്കും ജഗൻ പോയിരുന്നു. ഒരുപാട് പ്രാവശ്യം ഫോൺ വിളിച്ചെങ്കിലും എടുത്തില്ല. പിന്നെ കുറച്ചു മുമ്പ് ഫോൺ എടുത്തു. ഇനി വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു. പറയുമ്പോൾ ജാൻവിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ നീർമുത്തുപോലെ ഒഴുകി കവിളിലൂടി താഴേക്കിറങ്ങി. ഒരു വേള എന്തു പറഞ്ഞ് ജാൻവിയെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മിഥുവും കൊഴിഞ്ഞുപോയി. നീ എന്തെങ്കിലും കഴിച്ചോ? ജാൻവിയുടെ വാടിത്തളർന്നുള്ള നിൽപ്പ് കണ്ടതും മിഥു ചോദിച്ചു. ഇല്ല, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയൊരു കോഫി ഉണ്ടാക്കി വരാം. ഞാൻ ബ്രഷ് ചെയ്തിട്ടൊന്നുമില്ല. ജാൻവി ലിവിംഗ് റൂമിന്റെ ഏതോ കോണിലേക്ക് നോക്കി അലസമായി പറഞ്ഞത്. ഇത് വിശ്വാസം വരാത്ത പോലെ അവളെ നോക്കി. വൃത്തി കൂടുതലുള്ള പെൺകുട്ടിയാണ്. എഴുന്നേറ്റാൽ ഉടൻ ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഓക്കാനും വരുമെന്ന് പറഞ്ഞവളാണ്. മിഥു ഓർത്തു. നീ ഒരു കാര്യം ചെയ്യും, വേഗം പോയി ബ്രഷ് ചെയ്തിട്ട് വാ. ഞാൻ അപ്പോഴേക്കും എന്തെങ്കിലും നിനക്ക് കഴിക്കാൻ ഉണ്ടാക്കിത്തരാം. നീ എന്താ ജാൻവി ഫോൺ എടുക്കാഞ്ഞത്? ഫോൺ എടുത്ത് എന്നോട് ഒരു വാക്ക് നിനക്ക് പറയാറുന്നില്ലേ? മിഥു ചോദിച്ചപ്പോൾ ജാൻവി മൗനമായി നിന്നതേ ഉള്ളൂ. സത്യത്തിൽ ജാൻവിക്ക് ആ സമയം അതിനൊന്നും മനസ്സ് വന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ കിച്ചണിലേക്ക് പോവാണ്. അതും പറഞ്ഞ് ജാൻവിയെ ബാത്റൂമിലേക്ക് തള്ളിവിട്ട ശേഷം മിഥു കിച്ചണിലേക്ക് പോയി. ഒരു കപ്പ് കോഫിയും ജാൻവിക്ക് വേണ്ടി ഒരു ഓംലെറ്റും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും ജാൻവിയും വന്നു. ഈ കോഫി കുടിക്കും, എന്നിട്ട് ഇത് കൂട്ടി കഴിക്കും. ഇങ്ങനെ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതിരുന്ന എവിടെയെങ്കിലും വീണു പോകത്തില്ലേ നീ? ഇതൊക്കെ പരിഹാരമുള്ള പ്രശ്നങ്ങളല്ലേ? നോക്ക്, നിന്നേക്കാൾ ഏറെ ഏട്ടനെ ഭയക്കേണ്ടത് ഞാനാണ്. ആ ഞാനിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നില്ലേ? മിഥു പറഞ്ഞതും ജാൻവി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്തുകൊണ്ട് ബാൽക്കണിയിലേക്കിരുന്നു. അവൾക്കൊപ്പം മിഥു. എന്ത് ചെയ്യും മിഥു നമ്മളിനി?
എനിക്കറിയില്ല ജാനി. സത്യം പറഞ്ഞാൽ ഏട്ടൻ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നറിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയാണ്. ഏട്ടന് പക്ഷേ ഇപ്പൊ ചെറിയ മാറ്റമുണ്ട്. മിഥു അത് പറഞ്ഞപ്പോൾ ജാനി കാര്യം മനസ്സിലാവാത്ത പോലെ മിഥുവിന്റെ മുഖത്തേക്ക് നോക്കി. അതല്ല, ഏട്ടന്റെ മുൻപത്തെ സ്വഭാവമാണെങ്കിൽ അറിഞ്ഞ സമയം തന്നെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറി വരേണ്ടതാ. ഇതിപ്പോ ഇത്ര നേരമായിട്ടും എനിക്കിപ്പോ ഒരു കോൾ പോലും വന്നിട്ടില്ലല്ലോ. മിഥു നെടുവീർപ്പോടെ പറഞ്ഞു. ജാനി അല്പം ഓക്കെ ആയിന്ന് കണ്ടത് മിഥു പതി അവൾക്ക് അടുത്തേക്ക് ചേർന്നിരുന്നു. ജാനി, നീ അബിയെ ഒന്ന് വിളിക്കടി. അവന്റെ സ്വരമെങ്കിലും ഒന്ന് കേൾക്കാമല്ലോ. ഇന്നലെ ആ ചെക്കൻ എന്നോട് അതും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി പോക്കാം. ഞാൻ കരുതി അവൻ രാത്രി വിളിക്കുമെന്ന്. പക്ഷെ അതും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ അവന്റെ കോളും പ്രതീക്ഷിച്ച് കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. മിഥുവിന്റെ മുഖം കണ്ടപ്പോൾ ജാൻവിക്ക് പാവം തോന്നി. ഒന്ന് പ്രണയിച്ചതിന്റെ പേരിൽ ഇത്രയേറെ വേദനിക്കപ്പെടേണ്ട കാര്യമുണ്ടോ? ജാൻവി ഓർത്തു. അവൾ ഫോണെടുത്ത് അബിയെ കോൾ ചെയ്തു. 2-3 ബെല്ലുകൾ അടിച്ചു തീർന്ന ശേഷമാണ് അവൻ ഫോൺ എടുത്തത്. ഹലോ അബി, നീ എവിടാ? ജാനി തീർത്തും സ്വാഭാവികമായി സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ വീട്ടിലുണ്ട്. എന്താ ജാനി? എടാ. ജാനി എന്താ പറയാൻ ബുദ്ധിമുട്ടുന്നത്? മനസ്സിലായപ്പോൾ തന്നെ അബി കാര്യം എന്താണെന്ന് ഊഹിച്ചു. നോക്ക് ജാനി, മിഥുവിന് വേണ്ടിയായി ഉള്ള റെക്കമെൻഡേഷനുമായിട്ടാണ് നീ വിളിക്കുന്നതെങ്കിൽ അത് വേണ്ട. അബി തീർത്തു പറഞ്ഞതും ജാനി നിസ്സഹായതയോടെ മിഥുവിന്റെ മുഖത്തേക്ക് നോക്കി. എടാ, ഒരാൾക്കൊരാളോട് പ്രണയം തോന്നുന്നതൊക്കെ ഒരു തെറ്റാണോ അബി? ജാൻവി മിഥുവിന്റെ പ്രണയത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ജാനി, പ്രണയം തോന്നുന്നൊന്നും തെറ്റല്ല. പ്രണയം നല്ലൊരു വികാരമാണ്. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ മിഥുവിന് അബിയോട് തോന്നിയ പ്രണയമാണ് ഇവിടെ തെറ്റ്. ഒന്നില്ലെങ്കിലും അവൾ അവളുടെ സ്ഥാനമെങ്കിലും ഓർക്കണം. യാതൊരു കാരണവശാലും അവളെ എന്നെയും കൂട്ടിക്കെട്ടാൻ കഴിയില്ല. അതിപ്പോ എന്തിന്റെ പേരിലായാലും. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ നിനക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അർഹിക്കാത്തതൊന്നും ആഗ്രഹിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മിഥു എനിക്കും. അവൾക്ക് നല്ലൊരു ജീവിതമുണ്ട്. അത് നഷ്ടപ്പെടുത്തരുതെന്ന് നീ പറയണം. പിന്നെ പഠിക്കുന്ന കാലത്ത് പലർക്കും പ്രണയമൊക്കെ തോന്നും. കുറച്ചു കഴിഞ്ഞാൽ ഓർത്ത് ചിരിക്കാൻ പാകത്തുള്ള ഒരു തമാശ മാത്രമായി മാറും. അതൊക്കെ പിന്നീട്. അതുകൊണ്ട് തൽക്കാലം മിഥുവിനോട് അവളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അബി എടുത്തു ചോദിച്ചപ്പോൾ ജാനി ഒന്നുമില്ലെന്ന് മാത്രം പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ വെക്കട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് പറഞ്ഞുകൊണ്ട് അബി കോൾ കട്ട് ചെയ്തതും ജാനി മിഥുവിനെ നോക്കി. അവളാണെങ്കിൽ കണ്ണ് രണ്ട് നിറച്ച് ജാനിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇനി നീ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല മിഥു. അവന്റെ സ്റ്റാൻഡ് അവൻ ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെങ്കിലോ? ജാനി മിഥുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് മിഥുവിന്റെ കണ്ണുകൾ ഫോണിലേക്ക് നീണ്ടത്. സമയം 5 മണിയായിന്ന് കണ്ടതും മിഥു ചാടിപ്പടിഞ്ഞെഴുന്നേറ്റു. ജാനി, ഞാൻ എനിക്ക് പോട്ടെ. ഏട്ടനെങ്ങാനും ഇപ്പൊ കയറി വന്നാൽ പിന്നെ അത് പണിയാകും. സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മിഥു പറഞ്ഞതും ജാനിക്കെന്തോ അവളെ ആ സമയം ഒറ്റയ്ക്ക് പറഞ്ഞുവിടാൻ മനസ്സ് വന്നില്ല. നീ ഇവിടെ ഇരിക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. എന്നോടുള്ള വാശിപ്പുറത്ത് ജഗനിന്ന് എന്തായാലും പതിവിലും താമസിച്ചേ വരൂ. ജാൻവി ഉറപ്പോടെ അത് പറഞ്ഞതും മിഥു സമാധാനമില്ലാതെ ബാൽക്കണിയിലെ ഗ്ലാസ് ഡോറിൽ ചാരി വെറും നിലത്തേക്ക് പടഞ്ഞിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവളുടെ ആ അവസ്ഥയിൽ ജാനിക്കും വിഷമം തോന്നി. അതേ സമയത്താണ് വീണ്ടും ആരോ കോളിംഗ് ബെല്ലടിക്കുന്നത് ജാനി കേട്ടത്. മിഥു ഒരു പകപ്പോടെ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. നീ എന്തിനാ പേടിക്കുന്നേ? ഇതാ പാലും കൊണ്ടുവന്ന ചെക്കനായിരിക്കും. 3 ദിവസത്തേക്കുള്ള പാല് അവൻ ഒന്നിച്ചു കൊണ്ടുവന്ന് വെക്കും. നീ ഇരിക്കെ, ഞാൻ പോയി അത് വാങ്ങട്ടെ. അതും പറഞ്ഞുകൊണ്ട് ജാനി നേരെ പോയി വാതി തുറന്നു. ഒരു വേള ജാൻവിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഫുൾ യൂണിഫോമിൽ കൺമുമ്പിൽ നിൽക്കുന്ന ജഗൻ. അവന്റെ മുഖത്തെ കടുപ്പം കാണേ ജാനിയുടെ മുഖം കൂടുതൽ ഇരുണ്ടു. ജഗന്റെ രൂക്ഷമായ നോട്ടം തനിക്ക് നേരെ വന്നപ്പോഴാണ് അവളും മനസ്സിലാക്കിയത് താൻ വാതി തുറന്നു പിടിച്ച് ഒത്ത നടുക്ക് തന്നെ നിൽക്കുവാണെന്ന്. അതേസമയം ബാൽക്കണിയിലിരിക്കുന്ന മിഥുവിനെ ഓർത്ത് ജാനിയുടെ ഹൃദയം ക്രമം തെറ്റി മിടിച്ചു തുടങ്ങി. ജഗൻ അകത്തേക്ക് കയറിയതും ജാനി വാതിൽ ചേർത്തടിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. ചെറിയ പാട്ടാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നാളെ നമുക്ക് ലെങ്ത് കൂട്ടിയിടാട്ടോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.